ഈ കണ്ടെയ്നറിൻ്റെ ഫസ്റ്റത്തെ എംറ്റി വെയിറ്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സാമ്പിൾ 3 ലെയറായിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഓരോ ലെയറും കഴിയുമ്പോൾ 25 ടൈംസ് ടാമ്പ് ചെയ്യണം. ഈ ടാമ്പിങ് റോഡ് കൊണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ പിടിച്ച് കുത്തരുത്, ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടുക വേണ്ടത്. അങ്ങനെ 25 ടൈംസ് അങ്ങനെ 3 ലെയർ ഫില്ല് ചെയ്യുക. എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഇതും കൊണ്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ വെയിറ്റ് ഇടും. അപ്പോൾ ശരിക്കും അഗ്രിഗേറ്റിൻ്റെ വെയിറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ വെയിറ്റിൽ നിന്ന് ആദ്യത്തെ വെയിറ്റ് എംറ്റി വെയിറ്റ് കുറയ്ക്കണം. അഗ്രിഗേറ്റിൻ്റെ വെയിറ്റ് പിന്നെ ഇതെല്ലാം എടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് ഇതും കൊണ്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ടാമ്പി ഒന്നും വേണ്ട കേട്ടോ. ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ താഴെ വയ്ക്കാം. അയ്യോ അമ്മമാര് ഇത് താഴെ പോയത്. ഒന്നുകൂടി വെക്കാം. താഴെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നേരത്ത് ഇതിനെ മാക്സിമം താഴ്ത്തി വെക്കാം. അപ്പോൾ നമ്മൾ ഇത് മാക്സിമം താഴ്ത്തി വയ്ക്കും. കാരണം നമ്മളിപ്പോൾ പൊക്കിയില്ലേ, അപ്പം ഇത് മാക്സിമം പൊക്കി വെച്ചു. അല്ലെങ്കിൽ ഇതുമ്മ കൊണ്ടിട്ട് നമ്മൾക്ക് ലോക്ക് ഇടാൻ പറ്റില്ല. അതിന് മുമ്പായിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഇതുമ്മ ഈ ലോക്ക് ഉണ്ടല്ലോ, ഇത് ടച്ച് ചെയ്താൽ തനിയെ വീണ്ടും ഈ ലോഡ് ഈ താഴത്തെ സെക്ഷൻ മൊത്തം താഴേക്ക് പോകും. അപ്പം അതുകൊണ്ട് ചെയ്യാൻ നേരത്തെ ഇത് പരമാവധി താഴെ വയ്ക്കാം. അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ബുക്ക് ചെയ്യാനും ഇത് ലോക്ക് താഴെ വീഴില്ല. ഇത് ചെയ്യുന്ന നേരത്ത് 15 സ്ട്രോക്സ് കൊടുക്കണ്ടേ. ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ലോക്ക് ഇടാൻ നേരത്തെ ഇതിന് മാക്സിമം പൊക്കി വയ്ക്കാം. അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് വീണ്ടും തഴിക്കും. ചെയ്യാൻ നേരത്തെ താഴ്ത്തി വയ്ക്കണം, അവസാനിക്കാൻ നേരത്തെ പൊക്കി വയ്ക്കണം. ഇത്രയും കാലവും ചെയ്തോ. ഇതിപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ ഇനിയിപ്പോൾ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി കൊണ്ടുവന്ന് വെക്കുക. ഇതുപോലെ ചവിട്ടി പിടിക്കുക, മാക്സിമം താഴ്ത്തി വെക്കുക. ഒരാൾ പിടിച്ച് ഫുൾ ലോഡ് ചെയ്തുമ്പോൾ ഒരാൾ ഈ ലോക്ക് വരിക. ഇത് മാത്രമേ ഉള്ളൂ. ഇത് അഗ്രിഗേറ്റ് മാത്രം ചെയ്യുമ്പോൾ ഇത് മാക്സിമം താഴ്ത്തി വെക്കണം. ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ മതി കേട്ടോ, അല്ലെങ്കിൽ ലോക്ക് ഊരണം. ഇത് താഴ്ത്തി വെക്കണം. ലോക്ക് ഊരിയതിന് ശേഷം ഇത് താഴ്ത്തി വെക്കണം. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്ത് പിടിക്കേണ്ടി വരൂലേ, താന്ന് പോലെ അല്ലാതെ? ഓക്കെ. അങ്ങനെ 15 പ്രാവശ്യം. അപ്പോൾ ഓരോരുത്തരും 3 പ്രാവശ്യം ഇതും ചെയ്യാം. 5 പേരില്ല. ഇത് ഓരോ പ്രാവശ്യം ലോക്ക് ചെയ്യണം. മുകളിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ലോഡ് താഴേക്ക് വീഴും. ഇതുമ്മ തട്ടിയിട്ട് വീണ്ടും നമ്മൾ താഴെ കൊണ്ടുവന്ന് അതിനെ എടുക്കുക. അതായത് തനി ഓട്ടോമാറ്റിക്കലി അത് പിടിച്ചോളും. വീണ്ടും മുകളിലേക്ക് വന്ന് ഇത് തനിയെ താഴെ വീഴും. അപ്പോൾ ഓരോ പ്രാവശ്യം താഴെ എന്താ അതിൽ നിങ്ങൾ ചെയ്യും. നമ്മളെല്ലാം എടുക്കും. നമ്മളിതിനകത്തേക്ക് മാറ്റാം. ഓക്കെ, നന്നായിട്ട് എൻ്റെ ലോക്ക് ഇരിക്കേ. സാർ തിരിക്കണ്ടേ? ഇത് തിരി അല്ല, ഇതെന്തോ ചെയ്യാൻ പറഞ്ഞത്? ഇതിങ്ങനെ ആക്കിയിട്ട് സെന്ററിലല്ലേ വെച്ചത്? എനിക്കൊരു സംശയം ഉണ്ടല്ലോ അല്ലേ? പക്ഷേ ഇതിങ്ങനെ തള്ളിപ്പോയിപ്പോ. നമുക്ക് എടുക്കൂലേ? ഞാൻ ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഇനി ചെയ്യുന്ന ആളവിടെ നിൽക്കും. എന്നിട്ട് ഇതിന് നേരത്തെ ചെയ്തിങ്ങനെ പിടിച്ച് കാല് രണ്ടും അവിടെ ഇതിനൊക്കെ നിൽക്ക്. അതിന്റെ കൂടെ പോകണം. അയ്യോ, നന്നായിട്ട് ഇവിടെ ഒന്ന് ടച്ച് അവിടെ. പിന്നെ ഒന്ന് കഴിഞ്ഞു കേട്ടോ. അതുപോലെ ശക്തിയിലെടുത്തേ.
ഇപ്പൊ അടുത്താളി കാലിലേക്ക് പോകുമ്പോ എനിക്ക് ഏത് ഞാൻ ചെയ്യുന്നത് 2.36 സീവ് ചെയ്തിട്ട് അതിന്ന് പാസ് ചെയ്യുന്നതിന്റെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നതിന്റെ വെയിറ്റ് എടുത്തിട്ട് മൈനസ് ചെയ്യും. ആ ഫോറില് എടുക്കണ്ടേ പൊടിയൂലേ വെയിറ്റ് മാറൂലേ പൊടിയൊന്നുമല്ലല്ലോ സാധനം ചെയ്യുന്നത്. അത് കുറയ്ക്കണം നമ്മള്.